നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു 5 kVA UPS കുറിച്ചാണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, ഇൻസ്റ്റാളേഷൻ, പവർ കാൽക്കുലേഷൻ എല്ലാം നമുക്ക് ഈ ചെറിയ വീഡിയോയിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നതാണ് 2 5 kVA UPS ആണ്. ഇതൊന്നിനൊന്ന് സ്റ്റാൻഡ് ബൈ ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കാദ്യം ഈ 5 kVA UPSൻ്റെ LCD ഡിസ്പ്ലേ, മുന്നിൽ തന്നെ കാണുന്ന ഈ LCD ഡിസ്പ്ലേയെ പരിചയപ്പെടാം. LCD ഡിസ്പ്ലേയിൽ മെയിനായിട്ട് എല്ലാ തരത്തിലുള്ള ഈ UPSൻ്റെ സ്റ്റാറ്റസും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൽ ഇൻപുട്ട് ബാറ്ററി സ്റ്റാറ്റസ്, ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റാറ്റസ്, ഇതിൻ്റെ ഫ്രീക്വൻസി സ്റ്റാറ്റസ്, ലോഡ് സ്റ്റാറ്റസ് എല്ലാം ഇതിൽ കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് LCD ഡിസ്പ്ലേക്ക് താഴെയായി കാണുന്ന LED സ്റ്റാറ്റസ് ഡിസ്പ്ലേ, LED സ്റ്റാറ്റസാണ്. അപ്പോൾ LED സ്റ്റാറ്റസിൽ നമുക്ക് മെയിനായിട്ട് മെയിൻസ്, മോഡ്, ഔട്ട്പുട്ട്, DC, ബാറ്ററി, ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റസും ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇതിൻ്റെ പിറകിലായി ഇതിൻ്റെ ഫുൾ വോൾട്രിക്കിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, UPSൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 192 വോൾട്ടേജ് DC ആണ് നമ്മളിതിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ എക്സ്റ്റിങ്വിഷർ ഫാനാണ്. ഇത് ഇവിടെ കാണുന്ന MCB, അതായത് 2 MCB കൊടുത്തിട്ടുള്ളത്, ഒന്ന് മെയിൻസിലേക്കും ഒന്ന് ബാറ്ററിയുടേതുമാണ്. അപ്പോൾ നമ്മളതിൽ കണ്ടു, ഫീച്ചേഴ്സിൽ കണ്ടു 192 വോൾട്ടേജ് ബാറ്ററി. അപ്പോൾ 192 വോൾട്ടേജ് ബാറ്ററി വോൾട്ടേജ് കിട്ടണമെങ്കിൽ, DC വോൾട്ടേജ് കിട്ടണമെങ്കിൽ അപ്പോൾ 12 വോൾട്ടേജ് ഉള്ള 16 ബാറ്ററീസാണ് നമ്മളിവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 42 AC ബാറ്ററിയാണ് ഞാനിപ്പം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കണക്ഷനും ഒക്കെ ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടെ ഞാനിവിടെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ ആ ചിത്രത്തിൽ കണ്ട പോലെ തന്നെ ആദ്യമായിട്ട് മെയിൻസ് ഔട്ട്പുട്ടാണ്, അതായത് ഈ UPSൻ്റെ ഔട്ട്പുട്ട് പോകുന്നതാണ്. ഇത് നമ്മുടെ എക്യുപ്മെൻറ്റ്സിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇത് ബാറ്ററി ഇൻപുട്ട് വരുന്നത് 192 വോൾട്ടേജിന് മുകളിൽ, അതായത് ബാറ്ററി ചാർജ്ഡ് ആയാൽ 192 മുകളിൽ കിട്ടും നമുക്ക്. അപ്പോൾ ആ ബാറ്ററി കണക്ട് ചെയ്യേണ്ട ഇതാണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്തത് കാണുന്നത് മെയിൻസ് ഇൻപുട്ട്, അതായത് നമ്മളെ കൊമേഴ്ഷ്യൽ AC സപ്ലൈ വരുന്നത് നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ മെയിൻസിൻ്റേതും ബാറ്ററിയുടെയും MCBയും ഇതിൻ്റെ മുകളിൽ തന്നെയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബാറ്ററി ഇൻപുട്ട് കണക്ഷനെ കുറിച്ചാണ് ഈ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 12 വോൾട്ടേജിൻ്റെ ബാറ്ററീസ് സീരീസായി കണക്ട് ചെയ്ത്, അതായത് 42 AHൻ്റെയാണ് ബാറ്ററി. അപ്പോൾ 16 നമ്മൾ 8-8ൻ്റെ 2 റാക്കിലാണ് വെച്ചിട്ടുള്ളത് ബാറ്ററി. അപ്പോൾ 8-8ൻ്റെ റാക്കിൽ വെച്ച ബാറ്ററീസ് എല്ലാം ലാസ്റ്റ് സീരീസായി കണക്ട് ചെയ്ത് നമുക്കിതിന് എത്ര വോൾട്ടേജ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്കൊരു 192 വോൾട്ടേജിന് മുകളിൽ എന്തായാലും കിട്ടണം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ DCയിലേക്ക് മൾട്ടിമീറ്ററിനെ മാറ്റി ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയത് 240. അപ്പോൾ ബാറ്ററി ഫുള്ളി ചാർജ്ഡാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ ഞാനിവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഓൺലൈൻ UPSൻ്റെ വർക്കിംഗ് എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ LCD ഡിസ്പ്ലേയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ലോഡ് കൊടുക്കുമ്പോൾ കാണിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ലോഡ് 0.1% ആണ്. ഇപ്പോൾ അതായത് ലോഡ് ഇപ്പോൾ നിലവിൽ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ വോൾട്ടേജും ഇതിനൊക്കെ സ്റ്റാറ്റസാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ലോഡ് കൊടുത്ത് നോക്കുകയാണ്. കുറച്ച് ലോഡ് ഞാനിപ്പോൾ കൊടുത്തിട്ടാണുള്ളത്. ലോഡ് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഫ്രീക്വൻസിൻ്റെ സ്റ്റാറ്റസും ലോഡ് സ്റ്റാറ്റസ് ഇപ്പോൾ 0.6%. അപ്പോൾ ഇത് തന്നെ മനസ്സിലാക്കുന്നുണ്ട് എത്ര പെർസെൻറ്റേജ് ലോഡാണ് ഇപ്പോൾ നിലവിൽ UPSന് മുകളിൽ ഓടുന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ സ്റ്റാറ്റസും ഇതിലെന്ത് തരത്തിലുള്ള എത്ര ബാറ്ററി വോൾട്ടേജ് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ ഈ LCD ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ 0.6% ലോഡ് ഇപ്പോൾ ഓൺലൈൻ UPSൻ്റെ ലോഡിൽ പോയിട്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ